السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم على خير خلقه محمد بن عبد الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിലെ കർമ്മശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠന പരമ്പരയിൽ കഴിഞ്ഞ നമ്മുടെ ദർസിൽ നമസ്കാരത്തിൽ സംഭവിച്ചു പോകുന്ന ചില ബിദ്അത്തുകളെ സംബന്ധിച്ചും അതേപോലെ തന്നെ നാം അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ വിട്ടുപോകുന്ന പ്രധാനപ്പെട്ട സുന്നത്തുകളെ സംബന്ധിച്ചുമാണ് സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്നും അതിന്റെ ബാക്കി സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനകളുടെ പ്രാധാന്യം, ആ പ്രാരംഭ പ്രാർത്ഥനകൾ എത്ര വിധമുണ്ട്, അതേപോലെ തന്നെ നമസ്കാരത്തിന് വേണ്ടി ഇമാമ് കൈകെട്ടിക്കഴിഞ്ഞാൽ അഊദു ബിസ്മി ഉറക്കെ ചൊല്ലേണ്ടതുണ്ടോ, അല്ല അത് പതുക്കെയാണോ ചൊല്ലേണ്ടത്? അതുപോലെ തന്നെ നമസ്കാരത്തിന് പ്രവേശിക്കുന്നവർ തല മറക്കൽ നിർബന്ധമാണോ, അല്ല അവര് ചുമലാണോ പെരടിയാണോ മറക്കേണ്ടത്? അതേപോലെ തന്നെ ഇമാമ് ഫാത്തിഹ ഓതി അവസാനിപ്പിക്കുമ്പോൾ ആമീൻ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ആമീൻ പറയണം. അതിന്റെ ശ്രേഷ്ഠത, അത് പതുക്കെയാണോ പറയേണ്ടത്, ഉച്ചത്തിലാണോ പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രാമാണികമായ വശങ്ങൾ, അതുപോലെ തന്നെ റുകൂഅ്, ഇഅ്തിദാല്, സുജൂദ്, അത്തഹിയ്യാത്ത്, തശഹുദ്, തസ്ലീം, ആ വിഷയത്തിലൊക്കെ നാം പാലിക്കേണ്ട ഗൗരവമേറിയ മര്യാദകൾ എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മള് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെയും ഇൽമിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു തആല നമുക്ക് പ്രധാനം നൽകുമാറാകട്ടെ. അശ്രദ്ധയിൽ നിന്നും അലസതയിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമസ്കാരത്തിന്റെ ആമുഖത്തിൽ നാം നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്
ദുആഉൽ ഇസ്തിഫ്താഹ് അഥവാ പ്രാരംഭ പ്രാർത്ഥന എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തമായ രീതിയിൽ ഫാത്തിഹയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട്. അത് ഉറക്കെയല്ല, മറിച്ച് സിറായി പതുക്കെയാണ് അത് നിർവഹിക്കേണ്ടത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ആ രീതി വന്നിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കബ്ബറ ഫി സ്വലാത്തി സഖത ഹുനൈഅത ഖബ്ല അൽ ഖിറാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് പ്രവേശിച്ചാൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അല്പസമയം നിശബ്ദമായി നിൽക്കും. നിശബ്ദമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചുണ്ട് ചലിപ്പിക്കാതിരിക്കുക എന്ന അർത്ഥത്തിലല്ല, പക്ഷെ പുറത്താറ് കേൾക്കാത്ത രീതിയിൽ പതിയെ ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് ചില പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ട്. ഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ അവിടുന്ന് സ്വഹാബികൾ ചോദിച്ചു, നബിയെ നിങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ആ സമയത്ത് ഫഅഖൂലു, ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നിർവഹിച്ചു. സ്വഹീഹ് ബുഖാരി 744 നമ്പർ ഹദീസ്, സ്വഹീഹ് മുസ്ലിം 598 നമ്പർ ഹദീസ്. അഥവാ സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ബുഖാരിയിലും വന്നിട്ടുള്ള തർക്കമില്ലാത്ത, ന്യൂനതകളില്ലാത്ത ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. മാത്രമല്ല, ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർള് നമസ്കാരങ്ങളിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്നത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്, അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിക്കൊണ്ട് പതിയെ ശബ്ദം ഇല്ലാത്ത രൂപത്തിൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ സൗബുൽ അബിയദ് മിനൽ ദനസി اللهم اغسلني من خطاياي بالماء والثلج والبرد. ഈ പ്രാർത്ഥനയാണ് ഫർള് നമസ്കാരത്തിന്റെ മുഖദ്ദിമയിൽ നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രബലമായ പ്രാർത്ഥന. പക്ഷേ പണ്ട് മുതലേ പല ആളുകളും മദ്രസകളിൽ നിന്ന് പഠിച്ചു പോകുന്നതും ഇന്നും അത് തുടർന്നു കൊണ്ടുപോകുന്നതുമായ പ്രാർത്ഥന ഏതാണ്? അത് സ്വലാത്തുൽ ഇഫ്തിതാഹ് ആയി പ്രാർത്ഥിക്കുന്നത് നമ്മള് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതേതാണ്? വജ്ജഹ്തു വജ്ഹിയ ലില്ലാഹ്. അതാണ് അധികം ആളുകൾക്ക് മനപ്പാടുള്ള പ്രാർത്ഥന. ഇത് സ്വഹീഹ് മുസ്ലിം 771 നമ്പർ ഹദീസാണ്. അതിന് പറയുന്നത് എന്താണ്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ فطر السماوات والأرض حنيفا وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. وأنا أول المسلمين. രണ്ട് റിവായത്തിലും വന്നിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ചൊല്ലിയ ഈ ഖുർആനിന്റെ ആയത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഹദീസിൽ വന്ന ഈ സ്വലാത്തുൽ ഇസ്തിഫ്താഹ് എന്ന പ്രാരംഭ പ്രാർത്ഥന അല്ലാഹു തആലയോട് നടത്തുന്ന ഒരു കരാറാണ്. അല്ലേ? എന്താ ഇതിനർത്ഥം? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹു തആലയുടെ നേരെ ഇതാ ഞാൻ എന്റെ മുഖത്ത് തിരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? ഞാന് ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ,
ഞാൻ ഋജുവായ മാർഗത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ മാർഗമായ ഇബ്രാഹിം ഹനീഫൻ എന്ന് പറഞ്ഞില്ലേ, ആ ഹനീഫായ മാർഗത്തിലാണ് ഞാൻ. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല. പക്ഷേ അറിഞ്ഞും അറിയാതെയും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൗലിലും എത്ര ശിർക്ക്, ചെറിയ ഗോപ്യമായ ശിർക്കുകൾ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അള്ളാഹുവോട് തിരിഞ്ഞിട്ട് പറയാൻ എന്താണ്? ഞാൻ അള്ളാഹ് എന്റെ മുഖത്ത് നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു, നീ ആകാശഭൂമികൾ റബ്ബാണ്, ഞാൻ നേരായ മതത്തിലാണ്, ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല. അതൊരു കരാറാണ്. പിന്നെ പറയുന്നത് എന്താണ്? ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുകി, എന്റെ അറവ് അല്ലെങ്കിൽ നേർച്ച, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കുന്ന ബലി, വമഹയായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവെ നിനക്കുള്ളതാണ്. ഇത് നിസ്കാരത്തില് ഖിബലക്ക് നേരെ തിരിഞ്ഞ് നമ്മൾ പറഞ്ഞ് സലാം പൊട്ടി നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ ഈ കരാർ നമ്മൾ പാലിക്കുന്നുണ്ടോ? ആണോ? നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ സമർപ്പിച്ചത്? നമ്മുടെ മരണം നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് സമർപ്പിക്കുന്നത്? നമ്മുടെ നേർച്ച, നമ്മുടെ വഴിപാടുകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ നമസ്കാരം, ഇതൊക്കെ അള്ളാഹ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഇത് എത്ര എണ്ണം അല്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട്? എത്ര എണ്ണം നമ്മുടെ ഭൗതികമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ലംഘിക്കുന്നുണ്ട്? അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു കരാറാണ്. എന്നാൽ ഈ കരാറ് ദിനേന 5 നേരം നമ്മൾ പറയാണ്. സുന്നത്ത് നിസ്കാരത്തിലും ഇതന്നെ പഠിച്ചോളൂ, ഇതന്നെ പറയണത് അല്ലേ? അപ്പൊ ഫർള് നമസ്കാരത്തിൽ 5 നേരവും, റവാത്തിബ് സുന്നത്ത് 10 റക്അത്ത് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിലും അതിന്റെ ഒക്കെ 1ാമത്തെ റക്അത്തിന്റെ ആമുഖത്തിലും ഇത് ചൊല്ലുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ഒന്ന് മാറ്റുക. അതിന്റെ അർത്ഥത് ഒഴിവാക്കണം എന്നല്ല, നമ്മൾ നിർബന്ധമായിട്ടും സഹോദരിമാര്, സഹോദരങ്ങള്, നമ്മുടെ മക്കള് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാ? ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ആ സ്വലാത്തുൽ ഇഫ്തിതാഹ് ഉണ്ടല്ലോ, ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഉദ്ധരിച്ച ആ പ്രാർത്ഥന, അത് പഠിക്കുക. കാരണം എന്താ? അത് അല്ലാഹു തആലയോട് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയുള്ള തേട്ടാണ്. അത് ഏറ്റവും വലിയ ലക്ഷ്യല്ലേ? അതല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറ്റേത് കരാറാണ്. കരാറ് പാലിക്കാൻ മാത്രം തഖ്വയും ഇസ്തിഖാമത്തും ഈമാനും ഒക്കെ നമുക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഫർള് നമസ്കാരങ്ങളെ കൂടുതൽ ഉപയോഗിച്ചത് വജ്ഹത്തു അല്ല, അല്ലാഹു ബഅീദ ബൈനി വ ബൈന ഖതായാണെന്ന് പറഞ്ഞ, പിന്നെ അതിനേക്കാൾ മേലഞ്ഞ് നമുക്ക് ഈമാൻ പറയാനുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പ്രാർത്ഥന എന്ത് ചെയ്യാ? മനസ്സിന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് പഠിക്കുക. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളെ പോക്കറ്റിൽ ഒരു സ്ലിപ്പ് എന്ത് ചെയ്യാ? എഴുതി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയത്തൊക്കെ ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാ? നോക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോക്കറ്റിൽ വെച്ചോളി. നിസ്കാര സമയത്ത് ഫർളിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. പിന്നെ വീട്ടിൽ നമ്മൾ കിടക്കണ ബെഡ്റൂമിന്റെ അടുത്ത് അവിടും ഇടയ്ക്ക് ഒരു പേപ്പറിലോട് ഒട്ടിച്ചെക്കുക. അങ്ങനെ തിരിഞ്ഞാലും പറഞ്ഞാലൊക്കെ ഒരു മാസങ്ങൾ ഒന്ന് നോക്കി ഉപയോഗിച്ച് നോക്കി. അൽഹംദുലില്ലാഹ്, നമുക്കത് മനപ്പാടാവും. വളരെ സമ്പുഷ്ടമായ, വളരെയധികം അല്ലാഹു തആലയോട് നമ്മള് നമ്മുടെ പാപങ്ങളെ കഴുകി വൃത്തിയാക്കുന്നതിന് വേണ്ടി ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്. എന്താണ്? അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ, അല്ലാഹുവേ, എന്റെ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും നീ അകറ്റി തരണം. എന്നെ, ഞാൻ ചെയ്യുന്ന പാപങ്ങളെ തൊട്ട് നീ എന്ത് ചെയ്യണം? എന്നെ നീ അകറ്റി തരണം. എങ്ങനെയാണ് അകറ്റേണ്ടത്? കമാ ബഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിനെയും പടിഞ്ഞാറിനെയും നീ അകറ്റിയത് എത്ര വിസ്തീർണ്ടോ അതുപോലെ എന്നെയും ഞാൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെയും നീ എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ. ഇതൊരു ഗാംഭീര്യമുള്ള, എത്ര വലിയ ആവശ്യമുള്ള ഒരു ദുആയാണത്. കൈകെട്ടിട്ട് ആദ്യം ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കഴിഞ്ഞിട്ട് എന്താ? അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുലക സൗബുൽ അബിയദ് മിന ദനസി, അല്ലാഹുവേ, എന്റെ പാപങ്ങളെ നീ എന്റെ നഫ്സിൽ നിന്ന്
എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളിലൂടെ വരുന്ന പാപങ്ങൾ, എന്റെ നഫ്സിലെ പാപങ്ങൾ എല്ലാത്തിനെയും നീ കഴുകി ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. അഴുക്കുള്ള വസ്ത്രം, വെള്ള വസ്ത്രത്തിൽ അഴുക്കായാൽ അത് നല്ല ക്ലോറക്സ് ഇട്ടിട്ടോ കറ പോകുന്നതൊക്കെ ഇട്ടിട്ട് നന്നായി അത് വൃത്തിയാക്കി അഴുക്കിൽ നിന്ന് വെള്ള വസ്ത്രം ശുദ്ധിയാക്കുന്നത് പോലെ എന്റെ പാപങ്ങളെ നീ ശുദ്ധിയാക്കി തരണേ. ഇനി മൂന്നാമത്തെ എന്താ? അല്ലാഹുമ്മ അസ്ലി മിൻ ഖതായായ, അല്ലാഹുവേ എന്റെ പാപങ്ങളെ നീ എന്നിൽ നിന്ന് കഴുകി വൃത്തിയാക്കി തരണേ. ബിൽമാഇ വസ്സൽജി വൽ ബറദി, വെള്ളം കൊണ്ടും മഞ്ഞ് കൊണ്ടും ആലിപ്പഴം കൊണ്ടും. വെള്ളം മാവുൻ തൊഹൂറാണ്, മഞ്ഞ് അത് വല്ലാത്തൊരു തൊഹൂറാണ്, പിന്നെ ആലിപ്പഴം, അതെ. ഇത് മൂന്നും ഉപരിലോകത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്, ഭൂമിക്കടിയിൽ നിന്ന് നൽകുന്നതാണ്. ഒരു തുള്ളി മായമില്ലാത്ത പരിശുദ്ധമായ മൂന്ന് വസ്തുക്കളാണ് ബിൽമായി വസ്സൽജി വൽ ബറദി. ഇതിൽ ഇട്ടുകൊണ്ട് കഴുകി വൃത്തിയാക്കി തരണം എന്നാ പറഞ്ഞത്. അപ്പൊ മൂന്ന് ദുആയാണ് നിർവഹിക്കുന്നത്. ഒന്ന് പാപങ്ങളെ മശ്രിക്ക് മഅരിബ് അകറ്റിയതുപോലെ അകറ്റണം. മറ്റൊന്ന് അഴുക്കുള്ള വസ്ത്രം, വെള്ള വസ്ത്രം എങ്ങനെ അഴുക്ക് കളഞ്ഞ് വെള്ളം ശുദ്ധിയാക്കും അതുപോലെ മഞ്ഞ്, വെള്ളം, ആലിപ്പഴം ഇവ ഉപയോഗിച്ച് കഴുകി തരണം. ഈ ദുആ പഠിച്ചുകൂടെ നമുക്ക്? അല്ലാഹു തആല ഹിഫ്ലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ചിലർ പറയും പ്രായം 55 അങ്ങനെ പഠിച്ചു പോകുന്നത്, ചെല്ലി പോകുന്നത്, ഇനിയിപ്പത് മാറ്റി പഠിക്കാൻ വലിയ അടങ്ങാറാണ്. നമ്മളെ ആഖിബത്ത്, പര്യവസാനം, അവസാനം അതല്ലേ നന്നാകേണ്ടത്, അല്ലേ? അല്ലാഹു തആല ഒരാളുടെ ജീവിതത്തിന്റെ തുടക്കവും നടുവല്ല നോക്കുക, മറിച്ച് ആഖിബത്താണ് നോക്കുക, അവസാനം എങ്ങനെയാണെന്ന് നോക്കുക. അപ്പൊ അവസാന സമയത്ത് ഇനി നമുക്ക് ശേഷിക്കുന്ന 10, 15, 10 കൊല്ലോ ഈ ദുആ നമ്മൾ നിർവഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര അപാകതകൾ വന്നാലും നമസ്കാരം കൊണ്ട് തന്നെ അത് വായിക്കപ്പെടും. പിന്നെ നമസ്കാരത്തിന്റെ മുഖദ്ദിമയിൽ നാം നിർവഹിക്കുന്ന ആ ഇസ്തിഫ്താഹ് എന്ന ദുആ, അതിലൂടെ വീണ്ടും അത് ശുദ്ധിയാക്കുക, ഒന്നുകൂടി ശുദ്ധിയാക്കുക. 4 ചോദ്യങ്ങൾ 5 നേരമാണ്. അത് മര്യാദക്ക് ജമാഅത്തിന് കൃത്യമായി അവ്വൽ സഫ്ഫിൽ ഇഖ്ലാസോടുകൂടി, നിയ്യത്തോടുകൂടി ആ ശുറൂത്ത് പാലിച്ച്, അതിന്റെ ഷർത്ത് പാലിച്ച്, അതിന്റെ പിന്നെ കൃത്യമായ പിന്നെ സുനനുകൾ പാലിച്ചുകൊണ്ട് അത് നിർവഹിക്കുകയാണെങ്കിൽ അല്ലാഹു തആല തീർച്ചയായിട്ടും ദുർബലരായ നമ്മളിൽ നിന്ന് ഖബൂലാക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതിനിടയിൽ വരുന്ന പാപങ്ങൾ, നോക്കിയത്, കണ്ടത്, പറഞ്ഞത്, ഇടപെട്ടത്, ചെയ്തത് എല്ലാം അല്ലാഹു നമുക്ക് മായിച്ചു തരും. അപ്പൊ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു പ്രാർത്ഥനയാണത്. ഇത് മാത്രമല്ല, മറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മറ്റുള്ള ഒരുപാട് പ്രാർത്ഥനകൾ സഹോദരങ്ങളെ ഫർള് നമസ്കാരത്തിന്റെ ആമുഖത്തിൽ തന്നെ നിർവഹിക്കാവുന്ന പ്രാർത്ഥന വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രസിദ്ധമായ ഇസ്തിഫ്താഹ് നമ്മൾ 2 കേൾപ്പിച്ചു, അല്ലേ? ഇനി മൂന്നാമത്തെ കേട്ടോളൂ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാരക ഇസ്മുക വതആലാ ജദ്ദുക വലാ ഇലാഹ ഗൈറുക. നമ്മൾ പഠിച്ച ഒരു പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. ഇത് നമുക്ക് നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് 775 നമ്പറായി കൊടുത്ത ഹദീസാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹ് 243 നമ്പർ ഹദീസായി കൊടുത്തതാണ്. ഹദീസ് നമ്പറും ഗ്രന്ഥവും വ്യക്തമായി നമ്മൾ പറയുന്നത് എന്തിനാണ്? നമുക്കൊരു പഠനത്തിന് വേണ്ടിയും ആധികാരികതയ്ക്ക് വേണ്ടിയുമാണ്. അതുകൊണ്ട് ഈ ഹദീസ് ന്യൂനതകളില്ലാത്ത സ്വഹീഹായ സനദിലൂടെ വന്ന ഹദീസാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ നീ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാകുന്നു. ഒരു ന്യൂനതയുമില്ലാത്ത ആ റബ്ബാണ് അല്ലാഹു. അതേപോലെ തന്നെ വതആലാ ജദ്ദുക വലാ ഇലാഹ ഗൈറുക, തബാറക ഇസ്മുക വതആലാ ജദ്ദുക വലാ ഇലാഹ ഗൈറുക. സർവസ്തുതിയും നിനക്കുള്ളതാകുന്നു, നിന്റെ നാമം അനുഗ്രഹപൂർണമാണ്, നിന്റെ മഹത്വം അത്യുന്നതമാണ്,
നീയല്ലാതെ ആരാധനകർഹനായി മറ്റൊരു ഇലാഹും ഇല്ല. എന്തൊരു ഗാംഭീര്യമുള്ള അർത്ഥഗർഭമുള്ള ആശയസമ്പുഷ്ടമായ ദുആയാണ് മുഅ്മിനീങ്ങളെ. അള്ളാഹു ഇത് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ 3 ദുആ ഞാൻ പറഞ്ഞു. നമസ്കാരത്തിന്റെ നിർബന്ധ നമസ്കാരത്തിന്റെ ആമുഖത്തിൽ നാം നിർവഹിക്കുന്ന പ്രാർത്ഥനയായി പറഞ്ഞത് എന്താണ്? ഒന്ന്, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. 2, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ഖ സൗവൽ അബിയദ് മിൻ അദ്ദനസി അല്ലാഹുമ്മ അസ്ലിനി മിൻ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദി. പിന്നെ വജ്ജഹതു വജ്ഹിയ ലില്ലദി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഇത് മാറി മാറി നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ബാഇദ് ബൈനി ഓതിയാൽ രണ്ടാമത്തെ ദിവസത്തെ ജമാഅത്ത് നമസ്കാരത്തിന് പിറ്റത്തെ ദിവസത്തെ 5 നേരത്തിന് നമുക്ക് വജ്ജഹതു ഓതാം. പിന്നെ നമുക്ക് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ ജദ്ദുക എന്നുള്ള ആ പ്രാർത്ഥനയല്ല. അപ്പൊ ഇത് 3 ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതാണ്. രാത്രി നമസ്കാരം അഥവാ നമ്മൾ ഇശാഇന്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് നിർവഹിക്കുന്ന പിന്നെ തഹജ്ജുദ് വിത്റായാലും അല്ല ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന തഹജ്ജുദ് ആയാലും ഫജ്ർ വരെയുള്ള സമയങ്ങൾ നിർവഹിക്കുന്ന രാത്രി നമസ്കാരം അത് നിർബന്ധമല്ല, സുന്നത്തായ കാര്യമാണ്. പക്ഷെ മുഅക്കദായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നിർബന്ധമാണ്. ആ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന ഒരു ആമുഖമായ ദുആയുണ്ട്. ആ ദുആ എന്താണ്? അത് ഹദീസ് സ്വഹീഹുൽ മുസ്ലിം 770 നമ്പർ ഹദീസാണ്. അതിൽ കാണാം, അല്ലാഹുമ്മ റബ്ബ ജബറായീല വമീകായീല വഇസ്റാഫീല ഫാത്തിരിസ് സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദതി അൻത തഹ്കും ബൈന ഇബാദിക فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല. ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബേ, ഫാത്തിരി സമാവാതി വൽ അർദ്, അതേപോലെ തന്നെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സംരക്ഷകനായ നിർമ്മാതാവായ റബ്ബേ, സത്താവായ അല്ലാഹുവേ, ആലിമുൽ ഗൈബി വശഹാദതി, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനെ, അൻത തഹ്കും ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, ഭിന്നിച്ച കാര്യങ്ങളിൽ നീയാണ് വിധി പറയുന്നത്. സത്യത്തിൽ ആളുകൾ ഭിന്നിച്ച കാര്യങ്ങളിൽ നിന്റെ അനുമതിയാൽ എന്നെ നീ നേർവഴിയിലേക്ക് നയിക്കണമേ. കണ്ടോ, ഇഖ്തിലാഫുള്ള കാലഘട്ടമാണ്, ഭിന്നാഭിപ്രായങ്ങളുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണേ. എല്ലാ തരത്തിലുള്ള ഇഖ്തിലാഫിൽ നിന്നും ഹക്കിന്റെ മാർഗം നീ എനിക്ക് എപ്പോഴും കാണിച്ചു തരണേ. ഇഹ്ദിനി ബിമാ ഇഖ്തലഫ അല്ലദീന മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നവരെ നീ നേർവഴിയിലേക്ക് നയിക്കുന്നു. നീയാണ് ഹിദായത്തിന്റെ നാഥൻ, നീയാണ് ഹിദായത്ത്. ഹിദായത്ത് നീ നൽകിയിട്ടില്ലെങ്കിൽ ആർക്കും ഹിദായത്ത് കിട്ടൂല. കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച അബൂ താലിബിന്റെ വീട്, ആ വീടിന്റെ ഓരോ കല്ലുകളും ചുമരുകളും ഭൂമിയും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഒപ്പിയെടുത്തവരാണ്. പക്ഷേ ആ വീട്ടിൽ ആ റസൂലിനെ സംരക്ഷിച്ച, ആ നബിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബൂ താലിബ് എന്ന് പറയുന്ന ഒരു കുന്ന്, ആ അബൂ താലിബിന്റെ കീഴിലുള്ള കുന്നിലേക്ക് ഉപരോധം കാരണത്താൽ റസൂലിനെയും വിശ്വസിച്ച സഹാബികളെയും കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ആശിം കുടുംബത്തെ മൊത്തം അവർ ഉപരോധിച്ചു. വിശ്വാസികളെ മാത്രമല്ല,
അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരും ഉപരോധിച്ചു. ആ ഉപരോധത്തിൽ 2 വർഷവും 8 മാസവും പട്ടിണി കിടന്നു ഖദീജ റളിയല്ലാഹു അൻഹ അടങ്ങുന്നവർ. അന്ന് അബൂ താലിബ് പച്ച ഇല ഭക്ഷിച്ച അവസ്ഥ ഉണ്ടായി. അത്ര ത്യാഗം സഹിച്ചു. പക്ഷേ മരിക്കുമ്പോ ഹിദായത്ത് കിട്ടിയോ? ഇല്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഹിദായത്ത് ആകാൻ വേണ്ടി ഒന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സക്കറാത്തിന്റെ ഹാലിൽ ചെന്നിട്ട് അങ്ങേറ്റം ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം മുശ്രിക്കായി മരിച്ചു പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം വിരുമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങിയപ്പോ അല്ലാഹു തആല ആശ്വസിപ്പിച്ച് നൽകിയ ആയത്താണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബി, നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിക്കുന്ന ഹിദായത്തിലാക്കാൻ കഴിയൂല. വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. അല്ലാഹുവാണ് ഹിദായത്ത് കൊടുക്കുക. ആർക്കാണ് ഹിദായത്ത് കിട്ടുന്നത് അല്ലാഹുക്കറിയാം. അതുകൊണ്ട് ഏത് സമയവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അമൂല്യ സമ്പത്താണ് ഹിദായത്ത്. അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അവന്റെ റിള കൊണ്ട്, അവന്റെ യതഅമ്മദിനെ കൊണ്ട് നമുക്ക് കിട്ടണം. അല്ല നമ്മളെ പൗരോണ്ടല്ല. അതുകൊണ്ട് നമ്മൾ വിനയവും ഉള്ളവരാവുക. നമ്മൾ എപ്പോഴും സദാ അള്ളാഹിനോട് കേണപേക്ഷിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ദുആ ചെയ്യുക. അതേപോലെ ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, മഅസിയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കൽബും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ നന്നാകാൻ, എല്ലാ തരത്തിലുള്ള ജീർണതകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക. അത് 3 ആണെങ്കിലും 5 ആണെങ്കിലും 7 ആണെങ്കിലും 9 ആണെങ്കിലും 11 വരെ ആണെങ്കിലും നമ്മളെ കഴിവിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ അതിൽ നമ്മൾ നിർവഹിക്കേണ്ട ഈ പ്രാർത്ഥന ഒന്ന് പഠിക്കുക സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇത് ആമുഖമായി നമ്മള് നമസ്കാരത്തിൽ, ഫർദ് നമസ്കാരത്തിലല്ല കേട്ടോ ഈ പറഞ്ഞ പ്രാർത്ഥന, സുന്നത്ത് നമസ്കാരങ്ങളില്, തഹജ്ജുദ് നമസ്കാരങ്ങളിൽ, ദുആ നമസ്കാരങ്ങളിലൊക്കെ ഉപയോഗിക്കാം. പ്രധാനമായും രാത്രി നമസ്കാരങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം മാത്രം പറയാണ്. ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ അത് പ്രാരംഭ പ്രാർത്ഥന എന്നാണ് ഇതിന്റെ അർത്ഥം. അത് സുന്നത്താണ്, നിർബന്ധമല്ല. ഫർദിനും നിർബന്ധമല്ല, സുന്നത്ത് നിസ്കാരത്തിനും നിർബന്ധമല്ല. ഫർദ് എന്താണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. എന്നാൽ അത് സുനനിൽപ്പെട്ടതാണ്. റുക്ന്, പിന്നെ അതേപോലെ തന്നെ പിന്നെ ശുറൂത്തുകൾ, അതേപോലെ തന്നെ സുനനുകൾ, ഇതാണ് നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഷർത്തുകൾ. ഇതിൽ സുനനിൽപ്പെട്ടതാണ് എന്ത്? ഇത് സുന്നത്തായ ഒരു കാര്യമാണ്, നിർബന്ധമല്ല. ഒരു ദുആ മാത്രം സ്ഥിരമായി ചൊല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിവിധ പ്രാർത്ഥനകൾ മാറി മാറി നമ്മൾ ചൊല്ലുക. ഫർദ് നമസ്കാരത്തിലും നഫിൽ നമസ്കാരത്തിലും ഇവ ചൊല്ലുന്നതാണ്. പ്രത്യേകിച്ച് രാത്രി നമസ്കാരത്തിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രാർത്ഥന, അതും നമ്മൾ എന്ത് ചെയ്യുക? ചൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ ഈ വജ്ജഹത്തും തന്നെ കരാറാണ്. അതിന്റെ ഗൗരവം പറയാൻ ഞാൻ പറഞ്ഞു. ഒന്ന് അള്ളാഹിനോട് കേണപേക്ഷിക്കുക, മറ്റൊന്ന് വലിയ തമ്മിലിങ്ങനെ നിന്നിട്ട് കരാറ് പറയണം അള്ളാഹിനോട്. ഏതാ നല്ലത്? മറ്റേ മോശമെന്നല്ല പറഞ്ഞത്. ദുർബലമായ നമ്മക്ക് ഏറ്റവും മെച്ചേതാ? കേണപേക്ഷിക്കലല്ലേ. മറ്റത് ഞാൻ എല്ലാം റെഡിയാക്കിക്കോളാന്ന് പറഞ്ഞ കരാർ പറയാ, പുറത്തേക്ക് ഇറങ്ങി അതിനെതിരും ചെയ്യുക. ഇതെല്ലാം 5 വക്തിലും കരാർ ചെയ്യുക, കരാർ ലംഘിക്കുകയും ചെയ്യുക. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഈമാന, ഈമാനില്ല, ലിമൻ ലാ അമാനത ലഹു, അമാനത്തുകൾ കാത്തു സൂക്ഷിക്കാത്തവർക്ക് ഈമാനില്ല. വലാ ദീന, ദീൻ തന്നെ ഇല്ല ആർക്ക്? ലിമൻ ലാ അഹ്ദ ലഹു, കരാറുകൾ പാലിക്കാത്തവർ. അപ്പൊ കരാർ ലംഘിച്ചാൽ ദീനില്ല, അമാനത്ത് ലംഘിച്ചാൽ ഈമാനും ഇല്ല. അപ്പൊ നമുക്ക് കരാർ ലംഘിച്ചാൽ ദീന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആമുഖത്തിൽ ഊന്നി ഈ വിഷയം ഞാൻ പറയുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത്തെ കർമ്മശാസ്ത്ര മസാലകളിൽ ഫാത്തിഹ ഓതുമ്പോൾ അഊദു ചൊല്ലൽ സുന്നത്താണോ? സുന്നത്താണ്. മാത്രമല്ല ഫാത്തിഹയിൽ ബിസ്മി ചൊല്ലലോ അതും സുന്നത്താണ്. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് സൂറത്തുൽ ഫാത്തിഹയുടെ 1-ാമത്തെ ആയത്താണ് എന്ന അഭിപ്രായമുണ്ട്.
അതല്ല, അത് എല്ലാ സൂറത്തുകളുടെയും മുമ്പിൽ ഒരു സൂറത്ത് ഒഴിച്ച് ബിസ്മില്ലാത്ത ഒരു സൂറത്ത് ബാക്കി എല്ലാ സൂറത്തുകളും ഓതുമ്പോഴും ബിസ്മി ചൊല്ലണം. മുറിച്ചു ഓതുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ, പൗതിക്കൊന്ന് ഓതുമ്പോഴും ഒക്കെ അതിനു വേണ്ടിയാണ് എന്നും. എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. അല്ലോ, അപ്പൊ ഇതില് ഈ 7 പ്രാർത്ഥനകൾ 7 വചനങ്ങൾ ആയി വന്നിട്ടുണ്ട്. ആ 7 വചനങ്ങളിൽ പെട്ടതാണ് ബിസ്മി എന്നും അല്ല എന്നും അഭിപ്രായമാണ്. എന്തായാലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും നിർബന്ധമായ നമസ്കാരത്തിന്റെ ആമുഖത്തിൽ ചൊല്ലണം. അഊദു എല്ലാരും പതുക്കെ തന്നെ ചൊല്ലാറുള്ളത്, സമസ്ത പള്ളിയിലും മുജാഹിദ് പള്ളിയിലൊക്കെ പതുക്കെ തന്നെ ചൊല്ലാറുള്ളത്. എന്നാൽ ബിസ്മി നമ്മുടെ നാട്ടിലെ ശാഫി മദ്ഹബ് പള്ളികളിൽ, സമസ്ത പള്ളികളിൽ ബിസ്മി ഉറക്കനെ ചൊല്ലും അല്ലേ. എന്നാൽ മുജാഹിദ് പള്ളികളിൽ, സലഫി പള്ളികളിൽ ബിസ്മി പതുക്കെ ചൊല്ലും. പക്ഷെ മൗലവിമാര് പറയുന്ന വലിയൊരു നോണ എന്താ, വഹാബികൾ നമസ്കാരത്തിൽ ബിസ്മി കെട്ടോ, പച്ച നുണയുന്നത്. മെല്ലെ ചൊല്ലിനോണ്ട് ആരും കേൾക്കണില്ല എന്നാ, അല്ലാതെ നമ്മൾ ബിസ്മി ഒഴിവാക്കിക്കണോ? ഇല്ല. അങ്ങനെയുള്ള ഒരാളെ പതുക്കെ ചൊല്ലേണ്ടടുത്ത് പതുക്കെ ചൊല്ലാൻ പറ്റുള്ളൂ. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരുത്തം വാദിച്ചു. പണ്ടൊരു സമസ്തക്കാരൻ ഒരാളോട് വാദിച്ചു, ഒരു മുജാഹിദ് പ്രവർത്തകനോട്. വളരെ ലളിതമായിട്ട് ഓനെ ഹോട്ടലിലേക്ക് ചായ അടിക്കാൻ കൊണ്ട് ജവാർ, അങ്ങനെ ചായ അടിക്കാൻ കൊണ്ട് ഈ ചായ കിട്ടിയപ്പോ എന്ത് ചെയ്ത് കുടിച്ചു. അപ്പൊ ഒപ്പം പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലിയിട്ടില്ല. അതില് സമസ്തക്കാരൻ പറഞ്ഞ ബിസ്മി ചൊല്ലിയിരുന്നു. എവിടെ ബിസ്മി ചൊല്ലിയില്ല? ബിസ്മി ചൊല്ലിയിട്ടില്ല. ഞാൻ ചൊല്ലിക്കണാണ്, ഞാൻ പതുക്കെ ചൊല്ലിയാണ്. പതുക്കെ ചൊല്ലിയില്ലേ? ഞാൻ പിന്നെ നിസ്കാരത്തിൽ ഞങ്ങൾ ബിസ്മി കട്ടൂന്ന് ഇതിനാ പച്ച നോണറിയത്, ഞങ്ങൾ പതുക്കെ ചൊല്ലണത്. എന്തുകൊണ്ടാ ഇവിടെ പതുക്കെ ചൊല്ലി? എന്താ ഇവിടെ സന്ദർഭം പതുക്കെയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നമസ്കാരങ്ങളിലായാലും സുന്നത്ത് നമസ്കാരങ്ങളിലായാലും അത് പതുക്കെ ചൊല്ലിയതാണ് സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്നത്. എന്നാൽ ഉറക്കെ ചൊല്ലി എന്ന് പറയുന്ന ഹദീസ് ദുർബലതയുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച ഹദീസ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു قال صليت مع رسول الله صلى الله عليه وسلم وابو بكر وعمر وعثمان فلما اسمع احد منهم يقرأ بسم الله الرحمن الرحيم. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിന്റെ കൂടെ നമസ്കരിച്ചു. അബൂബക്കർ വ ഉമറ വ ഉസ്മാന, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഈ പ്രഗൽഭരായ 3 സ്വഹാബികളുടെ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ നിസ്കരിച്ചു. അസ്മാ അഹദും മിൻഹു, അവരിൽ നിന്ന് ആരിൽ നിന്നും ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കെ പറയുന്നത് കേട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ അത് പതുക്കെയാണ് പറയേണ്ടത് എന്ന് വളരെ വ്യക്തമായി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് എന്തായി ആ വിഷയത്തിൽ മനസ്സിലായി. ഇനി ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് താരീഖുൽ കിതാബ് ഇമാം ബുഖാരിയുടെ കിതാബാണ്. ഇമാം നസാഇ, ഇബ്നു ഹജർ, ഇമാം തിർമിദി, അദ്ദേഹത്തിന്റെ സുനൻ തിർമിദി, ഇതിലൊക്കെ ഇത് പതുക്കെയാണ് ചൊല്ലേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി സുനൻ തിർമിദിയിൽ ഒരു അധ്യായം, ഒരു ബാബ് തന്നെ കൊടുത്തിരിക്കുകയാണ്. എന്താണ്? ബാബു മാ ജാഅ ഫി തർക്കിൽ ജഹരി ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ബിസ്മി ഉറക്കയാകാതിരിക്കുന്ന അതിനെ കുറിച്ച് പറയുന്ന അധ്യായം. എങ്ങനെ? ബിസ്മി ഉറക്കെ ആകാതിരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം ഉണ്ടോ? അപ്പൊ ബിസ്മി ഉറക്കെ ചെല്ലുക എന്നുള്ളത് സ്ഥിരമായി സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം?
മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റിയാണ് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വ്യാഖ്യാനം കൊടുക്കുന്നു, 4 ഖലീഫമാരും താബിഈങ്ങളും സുഫിയാനി സൗരിയും അഹ്മദും ഇസ്ഹാഖ് റഹിമഹുള്ളയും ഇവരെല്ലാം ബിസ്മി പതുക്കെ ചൊല്ലണം എന്ന് പറഞ്ഞവരാണ്. ഉണ്ടോ? അപ്പൊ ഭൂരിപക്ഷം മുഹദ്ദിസീങ്ങളും ഫുഖഹാക്കളും സ്വീകരിച്ച അഭിപ്രായം ഏതാണ്? ബിസ്മി പതുക്കെ ചൊല്ലുക എന്നതാണ്. ഉണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് മുജാഹിദ് പള്ളികളിൽ നമ്മൾ ബിസ്മി ഉറക്ക ചൊല്ലുക, അത് ബിസ്മി കട്ടതല്ല, ഒഴിവാക്കിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാന് ഹദീസ് ഞാൻ വ്യക്തമായി വായിച്ച് കേൾപ്പിച്ചു. ഇനി ഉറക്ക ചൊല്ലിയതായി വരുന്ന റിവായത്തുകളുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്ക ചൊല്ലിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവയിൽ പലതിന്റെയും പ്രാമാണികതയെ കുറിച്ച് ഹദീസ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ശാഫഈ പണ്ഡിതന്മാർ ഫജ്റിലും മഗ്രിബിലും ഇശായിലും ഉറക്ക ചൊല്ലുന്നത് അനുവദനീയമാക്കിയിട്ടുണ്ട്, ജായിസാണ് എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ അത് ഹദീസ് ആയതുകൊണ്ട് ഏറ്റവും സ്വീകാര്യമായ ഇജ്മാ ആ വിഷയത്തിൽ നമ്മൾ കേൾപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു സംഗ്രഹം, ഒരു ഖുലാസ എന്നും എന്താണ്? ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ ബിസ്മി പതുക്കെ ചൊല്ലൽ തന്നെയാണ് സുന്നത്ത്. ഇമാമായി ജഹരിയായി നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിലും ജുംഹൂറത്തുൽ ഉലമാ പറയുന്നത് ബിസ്മി പതുക്കെ ചൊല്ലുക എന്ന് തന്നെയാണ് സുന്നത്ത്. അപ്പോ ഉറക്ക ചൊല്ലിയാലും അതിന് ചില പണ്ഡിതന്മാരുടെ പിന്തുണയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അങ്ങനെ ബിസ്മി ഉറക്ക ചൊല്ലിയാൽ ബിദ്അത്താണ് എന്ന് പറയാൻ പാടില്ല എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇജ്മാ ആ വിഷയത്തിലുള്ളത്. എങ്ങനെ ഒരു പള്ളിയിൽ ബിസ്മി ഉറക്ക ചൊല്ലി ഒരു ഇമാമ് കൈകെട്ടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പതുക്കെ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി പോയാൽ അയാൾ ബിദ്അത്ത് ചെയ്തു എന്ന് പറയാൻ പാടില്ല എന്നതാണ് ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു അജ്മഈൻ എന്ന് ഇവരൊക്കെ ബിസ്മി പതുക്കെ ചൊല്ലുന്നതാണ് കൂടുതൽ ശരിയായ സുന്നത്ത് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി സൂറത്ത് ഫാത്തിഹ ഓതാതെ നമസ്കരിക്കാൻ പറ്റൂല. ബിസ്മി ചൊല്ലാൻ ഒരാള് ഉറക്കനെ ചൊല്ലി അല്ലെങ്കിൽ പതുക്കെ ചൊല്ലി എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമാണ്. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ലാ യഖറഉ അസ്സലാത്ത ബി ഉമ്മുൽ കിതാബി മൻ ലം യഖറഅ, ഫാത്തിഹ ഓതാതെ നമസ്കരിച്ചാൽ അവന് നമസ്കാരം ഇല്ല എന്നാണ്. അപ്പൊ ഫാത്തിഹ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ചൊല്ലണം. അപ്പൊ തർക്കിച്ച് അവസാനം ഉള്ളത് ഒഴിവാക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇതൊക്കെ പഠിക്കാൻ വല്ല പണിയുണ്ടോ? പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മള് ഫാത്തിഹയും ഔദും ബിസ്മിയും ഒക്കെ ചൊല്ലണം. പതുക്കെ ചൊല്ലലാണ് ഏറ്റവും പ്രബലമായ രീതി. അതുകൊണ്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഉറക്കെ ചൊല്ലണം എന്ന് പറഞ്ഞ ഹദീസിന് ചില ദുർബലതകളുണ്ട്. എന്നാ പണ്ഡിതാഭിപ്രായം അങ്ങനെ ഉള്ളത് കൊണ്ട് ചൊല്ലിയതിന്റെ പേര് ബിദ്അത്താണ് എന്ന് പറയാൻ പാടില്ല. ഇതാണ് ആ വിഷയത്തിലുള്ളത്. ഇനി ഫാത്തിഹയുടെ അവസാനത്തിൽ നാം ചൊല്ലേണ്ട ആമീൻ, അത് ഇമാമും മഅ്മൂമും ഒക്കെ ചൊല്ലണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനൂ, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനൂ, ഇമാമ് നമസ്കാരത്തിൽ ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയണം. فإن من وافق تأمينه تأمين الملائكة وغفر له ما تقدم من ذنبه. നമ്മുടെ ആമീൻ, ഇമാമ് പറയുന്ന ആമീനും നമ്മുടെ ആമീനും മലക്കൾ ഇതിനു വേണ്ടി ആമീൻ പറയും. ആ ആമീനും നമ്മുടെ ആമീനും ഒരുമിച്ച് വന്നാൽ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? അള്ളാഹ് പുറത്തു തരും. സുബ്ഹാനക യാ അലീം. 50 വഖ്ത് നിസ്കരിക്കണം എന്നും പറഞ്ഞിട്ടാണ് മിഅ്റാജിൽ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകിയത്. അത് കുറച്ച് 5 ആക്കി. ആ 5 വഖ്ത് നമസ്കാരത്തിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ
നമുക്ക് ഒരുപാട് റിഡക്ഷനുകൾ, ഓഫറുകൾ, പാപം പിന്നെ കൈകി കളയുന്ന സംവിധാനങ്ങളല്ലത് മുഴുവനും. അതിൽപ്പെട്ട ഒരു സംഗതിയാണ് എന്ത്? ആമീൻ എന്നത് ഒപ്പം പറയണം. അപ്പൊ അത് ആമീൻ എന്ന് നമ്മൾ പറയുമ്പോ അത് അതിന്റെ കൂടെ തന്നെ പറയണം. എന്നാൽ ഫാത്തിഹ ഓതുമ്പോൾ ഇമാമിന് മുൻകിടക്കാൻ പാടുണ്ടോ? നമ്മള് മമ്മൂമികൾ അത് പാടില്ല. ഫാത്തിഹ അതിന്റെ പിന്നാലെ അങ്ങനെ പോകണം. പല ആളുകൾ ചെയ്യുന്ന പണി എന്താണോ? ആദ്യം നീയത്തൊക്കെ വെച്ച് കയ്യാണ് കെട്ടും, കയ്യാണ് കെട്ടിയാണ് വെച്ചോത്തോടെ ഓതും. അത് കഴിഞ്ഞാണ്ട് പിന്നെ ആ നിർത്ത ഉടക്കണം. ഇമാമ ഫാത്തിഹ ഓതുന്ന അങ്ങനെ കേട്ടിക്കല ഓന്റെ പണി. അത് അന്തം വിട്ടിക്കാണ് ചെലവിൽ അധികം. പിന്നെ പെട്ടെന്നൊക്കെ കഴിഞ്ഞ് ഇമാമ സൂറത്ത് തുടങ്ങുമ്പോ അങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇത് ശരിക്കും സുന്നത്തിന് എതിരാണ്. നേരെ നോക്കി വന്ന ഒരാൾക്കും അതിന്റെ കൂടെ തന്നെ കിട്ടാത്ത ഒരാൾക്കൊക്കെ അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് അവല് സത്തിൽ ഇമാമ കൈയ്യട്ടി കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ കൈ കെട്ടണം. ഇമാമ സ്വലാത്തിൽ ഇഫ്തിതാഹ് തുടങ്ങുമ്പോൾ നമ്മൾ ഇഫ്തിതാഹ് തുടങ്ങണം. സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുമ്പോ നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം? തൊട്ട് പിന്നാലെ അങ്ങനെ മുൻകടന്നിട്ടില്ല, എന്നാ അടുത്തണ്ട് എന്ന പോലെ പോകാം. നമുക്ക് കഴിയുമല്ലോ അല്ലേ? കഴിയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇമാം ചൊല്ലുമ്പോ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഇതിന്റെ കൂടെ പോയാൽ മതി. അങ്ങനെ വലല്ലാലീൻ അവസാനിക്കുമ്പോ ഇമാമിന്റെ ചുണ്ട് തുടങ്ങും ആമീൻ. ഉടനെ തന്നെ മുൻകിടക്കാതെ ഒരുമിച്ച് ആമീൻ എന്ന് പറയണം. അത് എങ്ങനെ പറയണ്ടേ? പതുക്കെ ചില ആൾക്കാർ പറയും, പാടില്ല. പതുക്കെ ചിലർ പറയും, ഇങ്ങനെ പതുക്കെ പറയും, പാടില്ല. മറിച്ച് അത് പള്ളി പ്രകമ്പനം കൊള്ളുന്ന രൂപത്തിൽ പറയണമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രകമ്പനം കൊള്ളുന്ന രൂപത്തിലാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്ന കാലത്ത് പ്രകമ്പനം കൊള്ളാൻ മൈക്ക് സിസ്റ്റം ഉണ്ടോ? ചുമരുകൾ അടിച്ചിട്ട് റിഫ്ലക്ഷൻ വരുമോ? സൗണ്ട് ഓല ശബ്ദല്ലേ? ഓല വന്ന് എന്ത് പ്രകമ്പന? അപ്പൊ വാക്കിൽ പോലും എത്ര ദീർഘവീക്ഷണുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള സംസാരം. അപ്പൊ വരും കാലങ്ങളിൽ നല്ല ശീതീകരിച്ച എഫക്റ്റായ സൗണ്ട് എഫക്റ്റ് ഉള്ള പള്ളികളായിരിക്കും. അപ്പൊ അവിടെ നമ്മള് ആമീൻ എന്ന് പറയുമ്പോ നമ്മള് പോരാ, ആമീൻ അത് ഉടനെ പറയണം. സഫ് നിൽക്കുന്ന ആ നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫാത്തിഹയ്ക്ക് ജവാബ് ചെല്ലുമ്പോ അതിന് ദ്വാരക്കുന്നുണ്ട്. മലക്കുകൾ ഇതിനെ കൂടെ ആമീൻ പറയും. നമ്മൾ ആമീൻ ഓല ആമീൻ ഒത്തു വന്നാൽ ലോട്ടറി അടിച്ചു. സുബ്ഹാനല്ലാഹ്. മൂസ അപ്പോ ആമീൻ എന്ന് പറയാം. ഇതാണ് അതിന്റെ ഏറ്റവും പ്രബലമായ രീതി. മനസ്സിലായോ? അപ്പൊ നമ്മള് കൂടെ ആമീൻ പറയണം. മസ്ജിദ് അത് പള്ളി പ്രകമ്പനം കൊള്ളുന്ന രൂപത്തിൽ തന്നെയാകണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഒരു മടിയും കാണിക്കണ്ട, ഓർമ്മയോടുകൂടി അത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, ആമീന്റെ മുമ്പ് റബ്ബി ഗഫിർലി ആമീൻ ഇത് ചില പള്ളികളിലൊക്കെ, സുന്നി പള്ളികളിലൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. റബ്ബി ഗഫിർലി ആമീൻ, റബ്ബി ഗഫിർലി എന്ന എക്സ്ട്രാ ഫിറ്റിംഗ്സ് വേണ്ട, അത് കൂടി കയറിയതാണ്. ഇമാം ഖസ്തലാനി 2-ാം അധ്യായം 95-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ കിതാബിൽ എന്ത് ഇത് പിൽക്കാലത്ത് കടന്നുകൂടിയതാണ് എന്ന്. അപ്പോ റബ്ബി ഗഫിർലി ആമീൻ ഇല്ല, മറിച്ച് ആമീൻ എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ നമ്മൾ വ്യക്തമായി കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വിഷയങ്ങൾ മനസ്സിലാക്കണം. ഇനി കർമ്മശാസ്ത്ര മസലകളിൽ പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു കാര്യമാണ് റുക്കൂ. റുക്കൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഊരവേദന ഉള്ളവനും നടുപ്പുറം വളക്കാൻ പ്രയാസമുള്ളവനും ഇരുനിസ്കരിക്കണോനും ഓൽക്കൊന്നല്ല ടൈ നിയമം. ഓൽക്ക് ഓല കൊണ്ട് കഴിയണ പോലെ ചെയ്താൽ മതി. ആരോഗ്യമുള്ള നല്ലൊരു മുഅ്മിനായ ഒരു മുസൽമാൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നോക്കുമ്പോ അത് ശരിക്ക് 90 ഡിഗ്രിയിൽ തന്നെ ഊര വളക്കണം. 63 വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് അല്ലേ? 17 വക്ത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമത്തായി നിസ്കരിക്കാൻ പറ്റാതെ രോഗം ബാധിച്ചത് അവസാനത്തെ 2 ആഴ്ച. അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശരീരം ശരിക്ക് വളർത്തിയിരുന്നു. അതുകൊണ്ട് സാലിം റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ ബിസ്സലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ വേണ്ടി പ്രവേശിച്ചു കഴിഞ്ഞാൽ
വറഫഅ ബൈനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്താറുണ്ട്. വയഫഅലു ദാലിക ഇദാ റഫഅ മിന റുകൂഇ പിന്നെ അവിടെ നിന്ന് റുകൂഇൽ നിന്ന് ഉയർത്തും. കൈകൾ ഇപ്രകാരം ഉയർത്താറുണ്ട് എന്ന് 30-ൽ പരം സഹാബികൾ റിപ്പോർട്ട് ചെയ്ത നമസ്കാരം ഹദീസിന് 30-ൽ പരം സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. എന്ത്? റുകൂഅ് ചെയ്യുന്ന രീതിയും റുകൂഇൽ നിന്ന് കൈകൾ ഉയർത്തിയ ശേഷം ഇഅ്തിദാൽ നിവർന്നു നിൽക്കണം എന്നും പറയുന്ന ഹദീസാണ്. അപ്പൊ റുകൂഅ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നോക്കൂ നിങ്ങൾ, റുകൂഇന്റെ രൂപം രണ്ട് കൈയും വിടർത്തി മുട്ടിൽ പിടിക്കണം. എന്നിട്ട് 90 ഡിഗ്രിയാണ് അത്ര. അത് കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രിയിൽ നിൽക്കണം ഊരാന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുകൂഇന്റെ രീതി പറയാണ് സഹാബി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ റുകൂ ചെയ്താൽ വെള്ളം മുതുകത്ത് ഒഴിച്ചാൽ അത് വെള്ളം താഴത്തേക്ക് പോകില്ല. അങ്ങനെ കറക്റ്റ് നോക്കും. ഒരു പാത്രത്തിൽ വെച്ചാൽ അല്ലെങ്കിൽ ആ കുഴിയിലൂടെ ഒഴിച്ചു കൊടുത്താൽ വെള്ളം പുറത്തേക്ക് പോകില്ല. അതിനർത്ഥം എന്താ? റുകൂ ചിലരൊക്കെ റുകൂ ചെയ്യുന്ന ബെഞ്ച് കൗത്തിപ്പോ ഇങ്ങനെ വളഞ്ഞു റുകൂ ചെയ്യും അല്ലെ? ചിലർ പച്ച താഴ്ന്ന് റുകൂ ചെയ്യുക, ചിലർ പേരിനൊന്നും ഇങ്ങനെ ആക്കുക. ഒന്നും പാടില്ല. ഈ രോഗികളെ പറ്റി അല്ലട്ടെ പറയുന്നത്. നല്ല ആരോഗ്യത്തിൽ തകാത്തരായ നിസ്കരിക്കുമ്പോൾ അള്ളാഹു ശരിയായ രീതിയിൽ 90 ഡിഗ്രിയിൽ റുകൂ ചെയ്യാൻ തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളെ നിസ്കാരം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി വന്നു. സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയിട്ട് പറഞ്ഞു, ഫസല്ലി ഫഇന്നക ലം തുസല്ലി. പോയി നിസ്കരിച്ചു, വളരെ നിസ്കരിച്ചിട്ടില്ല. 3 തവണ മടക്കി വെച്ച്. ആ ഹദീസിൽ കാണുന്നത് എന്റെ റുകൂഉം സുജൂദും ശരിയായിട്ടില്ല എന്നാണ്. ഉണ്ടോ? അപ്പൊ റുകൂഉ ശരിയാകാത്തതുകൊണ്ട് സുജൂദ് ശരിയാകാത്തതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ മടക്കി അയച്ചെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് സഹോദരങ്ങളെ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല റുകൂഉം സുജൂദും അടക്കം നിർബന്ധമാണ്. അല്ലേ? മാത്രമല്ല ഇനി ഈ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായ വ്യത്യാസമുള്ളതും നമുക്കിടയിൽ തശ്വീഷുള്ള ഒരു കാര്യമാണ്. എന്ത്? സമീഅല്ലാഹു അക്ബർ റുകൂഇൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചില ആളുകൾ എന്ത് ചെയ്യും? കൈ ഇവിടെ കെട്ടണമെന്ന അല്ല, അത് 2 കൈ ഇങ്ങനെ 2 ഭാഗത്തേക്കാക്കി അറ്റൻഷനിൽ തൂങ്ങി നിൽക്കണം. ഏതാണ് ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രബലമായ അഭിപ്രായം? ഒന്ന്. രണ്ടാമത്തെ കാര്യം, റുകൂഇൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അയാള് ചെവിക്കുറ്റി വരെ കൈകൾ ഉയർത്തണം. ഒന്നുകിൽ അല്ലെങ്കിൽ ഇവിടെ വരെ ഉയർത്തണം. അല്ലാതെ ഇങ്ങനെ റുകൂഇൽ ഇങ്ങനെ പൊന്തുമ്പോ എന്ത് ചെയ്യാൻ പാടില്ല, നേരെ വന്ന് ഇങ്ങനെ എന്നാ പോരാ. ചിലരെങ്ങനെ റുകൂഇൽ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ നീച്ചു പോരാ. മറിച്ച് അവിടെ ഇങ്ങനെ പൊന്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? സമിഅല്ലാഹു ലിമൻ ഹമിദ നടക്കണം. അല്ലെങ്കിൽ സമിഅല്ലാഹു ലിമൻ ഹമിദ അങ്ങനെയെങ്കിലും ചെയ്യണം. ഇതാണ് അതിന്റെ രീതി. ഇനി ഇവിടുന്ന് ഈ കൈ നേരെ ആദ്യത്തേതിലേക്ക് തന്നെ കൊണ്ടുപോകണോ എന്നോ ഒരു തർക്കം, ഒരു അഭിപ്രായ വ്യത്യാസം. ഇത് ഗൾഫിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇറക്കുമതി ചെയ്ത രീതിയാണ്. ഇവിടെ പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഈ വിഷയത്തില് പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. റുകൂഇൽ നിന്ന് ഉയർന്ന ശേഷം ഇമാമും പിന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ തുടർന്ന് മഅ്മൂമും എന്താ പറയേണ്ടത്? റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞ് പിന്നീട് ഈ സമയത്ത് നിവർന്നു നിൽക്കുക, അഥവാ ഇഅ്തിദാൽ, അതിൽ സമാധാനത്തോടുകൂടി തമഅനീനത്തായി നിൽക്കുകയും ചെയ്യുക എന്നത് നിർബന്ധമാണ്. വാജിബായ കാര്യത്തിൽ പെട്ടിട്ടുണ്ട് ഇഅ്തിദാൽ ചെയ്യാന്നുള്ളത്. അത് നിർബന്ധമായി നിൽക്കണം, അവിടെ നിൽക്കണം. റുകൂഇൽ ഇങ്ങനെ പൊന്തലും നേരെ ഒറ്റ പോക്ക്. അവിടെ റബ്ബനാ വലക്കൽ ഹംദ് പറയാനുള്ള നേരമൊന്നുമില്ല. നേരെ നീച്ച അച്ചൽകൾ സുജൂദിൽ പോവുക, അത് പാടില്ല. ചില ഇമാമിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അശ്രദ്ധ കൊണ്ടൊക്കെ നമ്മളത് കൊണ്ടുപോകും, അല്ലാഹു പുറത്തു തരട്ടെ. അപ്പോ ഇത് പാടില്ല. മറിച്ച് അവിടെ തുമഇനീനത്ത് നിർബന്ധമാണ്. എന്നാൽ ആ ഇഅ്തിദാലിൽ ഒരൽപ്പം നേരം ആ ദുആ ചെയ്യുന്നവരെ ശരിക്കും നിൽക്കണം. അവിടെ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ എന്ന ദുആയും ഒരു സ്വഹാബി ചൊല്ലിയപ്പോൾ അതിന് ഹദീസ് എനിക്ക് ഓർമ്മയില്ല, എത്രയോ മലക്കൾ അതിന് പ്രാർത്ഥിച്ചു എന്നാണ്. അത്ര വലിയ ശ്രേഷ്ഠതയുള്ള ഒരു പ്രാർത്ഥന കൂടി ഉണ്ട്. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ അങ്ങനെ ചൊല്ലാം. അല്ലാ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് മാത്രവും ചൊല്ലാം. കൂടുതൽ വന്ന റിപ്പോർട്ടുകളും ഉണ്ട്. അതൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? പക്ഷെ കൈ എവിടെ വെക്കണം?
തൂക്കിയിടണോ അല്ല അത് കൈ നെഞ്ചത്ത് കെട്ടണോ? ഇവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ തുടങ്ങിയ പല സമകാലിക പണ്ഡിതന്മാരും കൈ വീണ്ടും നെഞ്ചത്ത് കെട്ടൽ സുന്നത്താണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വലത് കൈ ഇടത് കൈമേൽ വെച്ച് പൊതുവായി നിൽക്കൽ സുന്നത്താണ് എന്നാണ് അവർ പറയുന്ന വാദം. പക്ഷേ ജംഹൂറത്തുൽ ഉലമാ ആ വിഷയത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, സമകാലികരല്ലാതെ മാലിക് റഹ്മത്തുള്ളാഹി, മറിച്ച് ആദ്യകാല ഇമാമികൾപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റുകൂഇൽ നിന്ന് ഉയർന്ന ശേഷം കൈകൾ ഇരുവശങ്ങളിലേക്ക് താഴ്ത്തിയിട്ട് അറ്റൻഷനോടുകൂടി നിൽക്കുക എന്ന് പറയുന്ന അഭിപ്രായമാണ്. കൂടുതൽ ശക്തമായ നിലപാട് ഹദീസ് തെളിവുകൾ പരിഗണിച്ചാൽ റുകൂഇൽ നിന്ന് ഉയർന്ന ശേഷം നിവർന്ന് റുകൂഉ നിൽക്കുകയും ആ നിലയിൽ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ചൊല്ലുകയും ചെയ്യുക. ഇതാണ് പ്രബലമായ സുന്നത്തായി വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റതിന് സ്വഹീഹായ ഒരു ഹദീസ് ഇല്ല. അപ്പൊ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സുജൂദ്. റുകൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സുജൂദ്, ഈ സുജൂദ് 5 അഥവാ നമ്മുടെ നെറ്റി, നമ്മുടെ മൂക്ക്, 2 കൈപ്പത്തികള്, 2 കാൽമുട്ട്, 2 കാലിന്റെ പാദങ്ങൾ, വിരലുകൾ, ഇത് പൂർണ്ണമായിട്ടും ഭൂമിയിൽ എന്ത് ചെയ്യണം? മുസല്ലയിൽ പൂർണ്ണമായും പതിയണം. കാലിന് വേദനയുള്ള ആൾക്കാരുണ്ടാവും, രോഗം കൊണ്ട് അതുപോലെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, ഓർക്കൊക്കെ ഉദറുണ്ട്, ഇളവുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്താണ്? 100 സുന്നത്ത് പ്രകാരം ചെയ്യാൻ കഴിയുന്ന ആരോഗ്യമുള്ള മുഅ്മിനീങ്ങൾ ആ വിഷയത്തിൽ ഗഫലത്ത് കാണിക്കരുത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. മാത്രമല്ല, സുജൂദിൽ നമ്മൾ കിടക്കുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ നായ കിടക്കുന്ന പോലെ നിങ്ങൾ കിടക്കാൻ പാടില്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളെ തൊട്ട് എന്നെ വിലക്കി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അതിൽ ഒന്നെന്താണ്? വനഹാനി അൻ തഖറതി കതഖറതി ദീഖ്, കോഴി കൊത്തുന്നത് പോലെയുള്ള നിസ്കാരം പാടില്ല. അടക്കം ഒതുക്കില്ലാതെ അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. കൽബി, നായ കിടക്കുന്ന പോലെ സുജൂദിൽ കൈ ഇങ്ങനെ മുസല്ലയിൽ പറ്റിച്ചു വെക്കാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? ഒക്കി വെക്കണം. ഇങ്ങനെ വെച്ച് കക്ഷത്തിന്റെ വെള്ള കാണുമാർ റസൂലുള്ളാഹി വെച്ചു. അതുപോലെ ചിലപ്പോ സുഫ് നിൽക്കുമ്പോ പറ്റിക്കോണമെന്നില്ല. എന്നാലും കക്ഷത്തിലേക്ക് ഇറുക്കി വെക്കാതെ എന്ത് ചെയ്യാ? കുറച്ച് അകത്തി വെക്കുക. ഒരിക്കലും ഇറുക്കി വെക്കാൻ, അകത്തി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറുക്കിയാലും കുഴപ്പമില്ല. കൈ നായക വെക്കുന്ന പോലെ ഭൂമിയിൽ പറ്റിച്ചു വെക്കാൻ പാടില്ല. കുറുക്കൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണ പോലെ കണ്ണിങ്ങനെ നോക്കാൻ പാടില്ല. നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെയല്ലോ. കാരണം കൈയ്യെട്ടിയാ ലൈറ്റ് വെക്കും, ഫാനും വെക്കും, അവിടെ ആരാ വരുന്നത്, ഇപ്പുറത്ത് ആരാ വരുന്നത്, ഓന്റെ മൊബൈൽ ഇങ്ങനെ നോക്കി നിസ്കാരം കഴിഞ്ഞവരെ നോട്ടാണ് പല ആൾക്കാർ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ രൂപത്തിൽ താക്കീതുകൾ നൽകിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഹദീസ് ആ വിഷയത്തിലുണ്ട്. സമയം പരിമിതി പോലെ ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ആ സുജൂദിന്റെ വിഷയത്തിൽ എന്താണ്? സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, വീണ്ടും ഇഹ്തിദാലിലേക്ക് പ്രവേശിക്കുമ്പോ, അല്ലെങ്കിൽ വീണ്ടും അടുത്ത റക്അത്തിലേക്ക് പ്രവേശിക്കുമ്പോ മുഷ്ടി ചുരുട്ടിയിട്ട്, അഥവാ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ട് എഴുന്നേൽക്കണോ അല്ല ഇങ്ങനെ കുത്തിയിട്ട്, അഥവാ ഇങ്ങനെ കുത്തിയിട്ടാണോ എഴുന്നേൽക്കാൻ നല്ലത്? ഇത് നമ്മൾക്കിടയിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസം. ഇപ്പൊ കേരളത്തിൽ തന്നെ സലഫികൾക്കിടയിൽ, മുജാഹിദുകൾക്കിടയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഗൾഫ് സലഫിസം ഇറക്കുമതി ചെയ്തതും പലപ്പോഴും സലഫിയത്തിനെ കവച്ചു വെക്കുന്ന രൂപത്തിലുള്ള ശിദ്ധത്തുകൾ, തീവ്രതകൾ കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിർബന്ധാന്ന് വാദിക്കുക, സുന്നത്താന്ന് വാദിക്കുക, അങ്ങനെ ചെയ്യാത്തവന് സൽഫിയത്ത് ഇല്ല എന്ന് പറയാം. അമ്മത്തെ പണിക്കൊന്നും കണ്ട. ഇനി ഒരാൾ മുഷ്ടി ചുരുട്ടി നീച്ചു വിചാരിച്ചാണ്ട് അത് ഓപ്പോ മറ്റേ ടീമാ, ഓനെ കുറച്ച് തീവ്രത കൂടുതലാ എന്ന് പറഞ്ഞാണ്ട് ഓനെ മേക്കിട്ട് കയറാനും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ആ വിഷയത്തിൽ പ്രാമാണികമായ വശങ്ങൾ എന്താണ് എന്ന് നമ്മൾ വ്യക്തമായി പഠിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ അൽ ഇഅ്തിമാദു അലൽ
ഖബ്ള എഴുന്നേൽക്കുക എന്ന കാര്യമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മുഷ്ടി ചുരുട്ടി എഴുന്നേൽക്കുക എന്ന കാര്യം ഇത് സ്വഹീഹായ രൂപത്തിൽ തെളിവുണ്ടോന്നാ. മുഷ്ടി ചുരുട്ടി എഴുന്നേൽക്കാം എന്നതിന് വ്യക്തമായ ഹദീസ് ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കട്ടെ. സ്വഹീഹായ ന്യൂനതകളില്ലാത്തൊരു ഹദീസ് ഇല്ല. എന്നാൽ വകാന ഇദാ നഖള അലാ റഖബതിഹി വഅതിമാദു അലാ ഫഖദഹു അല്ലെങ്കിൽ വഅതമദു അലൽ അർള്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുമ്പോൾ താങ്ങി പിടിച്ചതായി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ചില ഗ്രന്ഥങ്ങളിൽ അലാ ഖബ്ളതിഹി രണ്ട് മുഷ്ടികൾ താങ്ങി എന്ന പദം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ റിവായത്തിനെ മുഹദ്ദിസീങ്ങൾ ശക്തമായ തെളിവായി അംഗീകരിച്ചിട്ടില്ല. പലരും അതിനെ ലഈഫ് റിപ്പോർട്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോ മുഷ്ടി ചുരുട്ടിയിട്ട് എഴുന്നേൽക്കുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും നല്ല നിലപാട് കൈ പത്തിയോടുകൂടി കുത്തി എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെയാണ്. എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ കൈ നിലത്ത് വെച്ച് താങ്ങി എഴുന്നേൽക്കേണ്ട ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ പൊന്താൻ കഴിയാത്തവർക്കുണ്ടെങ്കിൽ ഒരു കുത്തുന്നില്ല, തകരാറില്ല. എന്നാൽ മുഷ്ടി ചുരുട്ടി എഴുന്നേൽക്കാവൂ എന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണെന്ന് ഉറപ്പിച്ചു പറയാൻ പാടില്ല. ഞാൻ തന്നെ പിന്നെ അതിന് വേറൊരു സംഗതി ഉണ്ട്. ഹദീസിൽ വന്നൊരു പദം എന്താ, അജീൻ അഥവാ മാവ് കുഴക്കുന്ന പോലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഹദീസാണ്. കാരണം ഇതാ പിന്നെ പിന്നെ അജ്ന എന്നാൽ അത് അല്ലെങ്കിൽ അതിനോട് സമാനമായ വാക്കുകൾ കാണാം. എന്താണ് ഇവിടെ അജ്ന എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അജ്ന എന്ന മാവാണോ. അപ്പൊ മാവ് കുഴക്കുന്ന പോലെ, മാവ് കുഴക്കണ ഇങ്ങനെയുള്ള കുഴക്കുക എന്നുള്ളത്. അപ്പൊ ആ രൂപത്തിലുള്ള ചില ആൾക്കാർ അതിനെ വ്യാഖ്യാനിച്ചത് മാവ് ഇങ്ങനെ കുഴക്കണമല്ലോ അല്ലെ, ഇങ്ങനെ തന്നെ കുഴക്കണം. അപ്പൊ ആ പദത്തുമ്പോ കടിച്ചു തൂങ്ങിയാണ്ടത് സുന്നത്താണ്, അല്ലാതെ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ അതിനു വേണ്ടി സമ്പാദന നടത്തേണ്ട ആവശ്യം മുസ്ലിം ഉമ്മത്തിൽ പാടില്ല. സത്യത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് എന്നല്ല, കേരളത്തിൽ തന്നെ മതപ്രസ്ഥാനങ്ങളിലൊക്കെ സംഭവിച്ചത് യഹൂദികൾക്ക് സംഭവിച്ച ഒരു സംഗതി മാത്രല്ല. കസറത്ത് സുആൽ, അധികരിച്ച ചോദ്യങ്ങളാണ് അവരെ നശിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു അപകടം നമുക്ക് വന്നിട്ടുണ്ട്. കസറത്ത് ജവാബ്, അധികരിച്ച മറുപടി. ചോദ്യം മറുപടിയും ഒരേപോലെ വർദ്ധിച്ചതുകൊണ്ട് ഇന്നെന്തുണ്ടായി, തൗഹീദിന് വേണ്ടി ഒരുമിച്ച് നിന്ന ആളുകൾ പോലും തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ എന്ത് ചെയ്തു, ഇഖ്തിലാഫ് ഉണ്ടായി എന്ന് മാത്രമല്ല കാഫിർ മുശ്രിക്ക് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് സമസ്തക്കാരെന്ത് ചെയ്യും, മുതലെടുക്കും. ഓരോ ചെറുക്കില് മൊത്തത്തിൽ മുങ്ങി കുളിച്ചെടുക്കുന്ന ആൾക്കാരാണ്. ഓർക്ക് ഒരു ഊന്നുവടി എന്നുള്ള നിലക്ക്, നമ്മൾ അടിക്കാൻ വേണ്ടി ഒരു വടി എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള ചില ജാഹിലുകൾ ഈ ഫിത്നകളും ഉണ്ടാക്കി. അതിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയത്. അത് കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹത്തായ മാതൃപ്രസ്ഥാനം, അതിന്റെ കീഴ്ഘടകങ്ങളായ KNM, ISM, MSM, MGM, അതുപോലെ തന്നെ ഇവിടെ നിച്ചോഫത്ത് പോലെയുള്ള സംഘടനകൾ, അത് ഖുർആനും സുന്നത്തും സലഫു സ്വാലികളുടെ മാർഗമനുസരിച്ച് കൃത്യമായി മുന്നോട്ട് പോകാൻ ആ തറവാടിന്റെ പിന്നെ ആ തറവാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓരോ കാലങ്ങളിലും പുതിയ വ്യതിയാനങ്ങളും പുതിയ വാദങ്ങളുമായി ഓരോരുത്തർ ഇറങ്ങിപ്പോവാണ്. അതായത് 2012 ഈ ഇസ്തിഹാനത്തുൽ ജിന്നിന്റെയും ഇസ്ലാമികമായ രോഗശമന പ്രാർത്ഥന എന്ന റുഖിയയിലെ അത് വലിയ ചികിത്സാക്കിയിട്ടൊക്കെ അവസാനപ്പെടുത്ത തൽസമാത്തിന്റെ ആൾക്കാർ വരെ നാണം കെടുന്ന രൂപത്തിലുള്ള കുഫ്റും ശിർക്കൊക്കെ ചെയ്യേണ്ടി വന്ന എന്തുകൊണ്ട് അവർക്ക് ഈ പുടുത്തം വിട്ട ഗവേഷണം ഉണ്ടായത്. അപ്പോ ഒതുങ്ങി നിൽക്കുക. പ്രധാനമായ തെളിവുകളെ, പ്രധാനപ്പെട്ട തെളിവ് ജംഹൂറത്തുൽ ഉലമാ എന്താണോ അത് നമ്മൾ നോക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അജീൻ മാവ് കുഴക്കുക എന്നൊരു പദം അത് വന്നതുകൊണ്ട് അത് കൈ ചുരുട്ടി എഴുന്നേൽക്കണ എന്ന് പറയുന്ന ആ റിവായത്തുകളൊക്കെ വളരെ പിന്നെ ചില ദുർബലതകളുണ്ട് എന്ന് ഹദീസ് പണ്ഡിതന്മാർ പലവരും അജിൻ എന്ന പദം റിവായത്തിന് ദുർബലമായിട്ടാണ് പിന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സ്വഹീഹായ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ല രീതി എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ആ വിഷയത്തിൽ നമ്മൾ സഹോദരിമാരെ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പിന്നെ ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമാണെന്ന് വിരല്. അത്തഹിയ്യാത്തിൽ നമ്മൾ ഇരിക്കുമ്പോ പിന്നെ വിരല് നീട്ടുന്ന വിഷയം. അതേപോലെ തന്നെ പിന്നെ ഇഫ്തിറാഷിന്റെ ഇരുത്തം, വരിക്കിന്റെ ഇരുത്തം. ഇഫ്തിറാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ്തിറാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ പള്ളമ്മൽ നമ്മളെ ചന്തി വെച്ചിരിക്കുന്നതിനാണ് ഇഫ്തിറാഷ് എന്ന് പറയാം. വരിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കാല് മറ്റേ കാല് ഉള്ളിക്ക് കയറ്റിയിട്ട് ഒരു ചന്തി ഭൂമിയിൽ മുട്ടിച്ചിരിക്കുന്നതിനാണ് വരിക്കിന്റെ ഇരുത്തം എന്ന് പറയാം. ഈ രണ്ട് ഇരുത്തത്തിന്റെ സമയം എപ്പോഴാണ്? അതേപോലെ തന്നെ ഈ ഇരുത്തത്തിൽ നമ്മൾ വിരല്
നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് ഇളക്കണോ വേണ്ടേ? സുജൂദിലേക്കാണ് എല്ലാ സമയത്തും നോക്കേണ്ടത്. തശഹുദിന്റെ സമയത്ത് എവിടേക്ക് നോക്കണം? വിരലുമക്ക് നോക്കണം. സുജൂദാണ് എല്ലാം നോക്കണം. നിസ്കാരം സുജൂദ് എടുക്കാൻ നോക്കണ്ടേ? പക്ഷെ വിരല് നീട്ടി കഴിഞ്ഞാൽ വിരലുമക്ക നോക്കേണ്ടത്. ഇത് സ്വഹീഹ് ഹദീസ് വന്നു. അപ്പൊ അത് പുതുമയായി കേൾക്കുമ്പോ ഇതെന്താ ഇറക്കും അങ്ങനെ പറയരുത്. എല്ലാത്തിനും നമ്മൾ ഒറ്റയ്ക്ക് തട്ടാൻ പാടില്ല. അതായത് ചുടുവെള്ളത്തിൽ ചാടിയ പൂച്ചക്ക് മത്സരം കാണുമ്പോൾ പേടിയുന്ന മാതിരി എന്ത് കേട്ടാലും അതൊക്കെ ആ സൗദിയിൽ നിന്ന് ഇറക്കുമതി ചെയ്താലും മറ്റേ സെൽഫികളാണ് അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. നമ്മള് നിഷേധിക്കാനും പാടില്ല. അപ്പൊ നമ്മൾ നിഷേധത്തിലേക്കും പോണ്ട, ഗവേഷണത്തിലേക്കും പോണ്ട, മധ്യത്തിൽ നിന്നാ മതി. ആ വിഷയത്തില് വിരല് ചലിപ്പിക്കുന്ന വിഷയം, ചില ആളുകൾ വിരല് വിറപ്പിക്കുന്ന വിഷയം, വിരല് ഇളക്കാതെ നീട്ടിപ്പിടിക്കുന്ന വിഷയം, ഈ മൂന്നിലും എന്തുണ്ട്? തെളിവുകൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതായത് വിരൽ ചലിപ്പിച്ചതിന് തെളിവ് സുനന് അബൂദാവൂദിൽ വാഹിബ് ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. സുമ്മ റഫഅ ഇസ്ബഅഹു ഫറഅയ്തഹു യുഹർരികുഹാ യദഹു ബിഹാ. ഇതാണ് ഹദീസ്. ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരൽ ഉയർത്തി അദ്ദേഹം അതിനെ ചലിപ്പിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്തതായി ഞാൻ കണ്ടു എന്ന് വാഹിദ് ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഈ വിരൽ നീട്ടുന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം. 3 വിരലുകളിലേക്ക് ഈ തള്ളവിരൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അഥവാ അങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പിടിക്കും. ഒരു വിരലിന്റെ കൂടെ മറ്റേ വിരലും കൂടാൻ പാടില്ല. കാരണം ഇത് അള്ളാന്റെ വഹദാനിയത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നം കൂടിയാണെന്ന് പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ഏകനാണ് എന്നതിന്റെ ഒരു തെളിവ്. ഇങ്ങനെ അപ്പൊ അതിങ്ങനെ പിടിക്കേണ്ടത്. ഈ രൂപത്തിൽ ഒരു വട്ടം പടണ്ടാവും, ഉണ്ടാവും ഒരു വട്ടം. ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയാണ് അത് നീട്ടേണ്ടത്. ഈ നീട്ടിയതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? ഇളക്കാറുണ്ട്. ഇങ്ങനെ ഇളകാന്നാണ്. അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞു. ചെലവര് എന്ത് ചെയ്തു? ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ ചുറ്റി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഭയങ്കര കറക്കം. അങ്ങനെ ഓവർ കറക്കിയാണ് മറ്റവന്റെ സ്വലാത്തിനെ തശ്വീശാക്കാൻ പാടില്ല. മറിച്ച് അത് നീട്ടാം. ഇനി എപ്പോഴാണ് നീട്ടേണ്ടത്? ദുആ ചെയ്തു എന്നാണ്. ദുആ എപ്പോഴാണ് തുടങ്ങേണ്ടത്? നിസ്കാരത്തിന്റെ തഹിയ്യാത്തിൽ ഫസ്റ്റ് തന്നെ നീട്ടാൻ പാടുണ്ടോ? ഫസ്റ്റ് തന്നെ ഇളക്കാൻ പാടുണ്ടോ? ഇല്ല. ദുആ തുടങ്ങുമ്പോഴാണ്, ദുആ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയാനുള്ള ഒരു ഇളക്കാണ് ഒന്ന്. പിന്നെ ഒരാൾ മാടി വിളിക്കുന്ന പോലെയാണ് അങ്ങനെ അങ്ങനെ ആക്കിയതാണ്. അല്ലാതെ ഇങ്ങനെ 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 കൂടി ഇളക്കിയിട്ട് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദുആ ചെയ്യുമ്പോൾ ഇളക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ നമ്മളെ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന സമയത്ത് എന്ത് ചെയ്യാം? അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അല്ല കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് അടിയിൽ ഇങ്ങനെ ഇളക്കാം. ഇനി ഒരാൾ ഇളക്കാതെ ഇങ്ങനെ നീട്ടി വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യല്ല, അതിന്റെ ആവശ്യമില്ല. സമസ്തക്കാരായ പിന്നെ ഒരു തീവ്രതയുള്ളൊരു പള്ളിയില് ഒരു വിരല് ഇഞ്ഞെങ്ങാനും ഇവിടെ ഇളക്കിയാന്റെ വിരല് ഞങ്ങൾ കൊത്തി മുറിക്കും, മുറിച്ചിടുന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായ ആൾക്കാരൊക്കെ ഉണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് എന്തില്ല, ഈ ഹദീസിന് ഇമാം അൽബാനി സ്വഹീഹാന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ തന്നെ പിന്നെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാന യശീറു ബിഅസാഇഹി ഇദാ ദഅഉ വലാ യുഹരികുഹാ. ദുആ ചെയ്യുമ്പോൾ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കുമായിരുന്നു, അത് ചലിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ പണ്ഡിതന്മാര് അതിനെ വിശദീകരിച്ചെന്താണ്, ഈ 2 ഹദീസുകൾ തമ്മിൽ യോജിപ്പിക്കാൻ ഉലമാക്കൾ ജമ്മു ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നു, വിരൽ ലഘുവായി ചലിപ്പിക്കുന്നത് സുന്നത്താണ്. ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഫൗസാൻ അതേപോലുള്ള ആളുകളൊക്കെ പിന്നെ പറയുന്നത് ചലിപ്പിക്കുന്നതിന് ഇളവുണ്ട്, പക്ഷെ അമിതമായി തുടർച്ചയായി അത് കുലുക്കൽ സുന്നത്തിന് തെളിവില്ലാത്തതാണ് എന്നാണ്. അപ്പോ ചൂണ്ടുവിരൽ ഉയർത്തുന്നത് തൗഹീദിന്റെ അടയാളമാണ്. അത് നമ്മൾ ഉയർത്തുമ്പോൾ 2 വിരലും പോകാൻ പാടില്ല, ഒരു വിരലിൽ തന്നെ പോകാൻ പാടില്ല. പിടുത്തം ശരിയാക്കണം. വിരല് ചലിപ്പിച്ചു എന്ന് പറയുന്ന ഹദീസുണ്ട്, ചലിപ്പിച്ചില്ല എന്ന് പറയുന്ന ഹദീസുമുണ്ട്. രണ്ടും സ്വീകരിക്കാവുന്നതാണ്. അതിനാൽ എപ്പോഴും തുടർച്ചയായിട്ട് വിരൽ ഇങ്ങനെ വർദ്ധിക്കണം എന്നത് വ്യക്തമായ ഹദീസിൽ വന്നിട്ടില്ല. ആ വിഷയത്തിൽ ഒരു മാന്യത, ഒരു നല്ല ആദത്ത് പാലിക്കുക എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ള മറ്റ് ഇതുകൂടെ പറയാം. മാലിക്കി മദ്ഹബ് വിരൽ ഇളക്കാവുന്നതാണ്.
ഖുർത്തുബി ഇമാം റഹ്മത്തുള്ളാഹി പറയുന്നത് ഇതേപോലെ തന്നെ രണ്ടഭിപ്രായം സ്വീകരിക്കാമെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇരുന്ന ഉടനെ അല്ല വിരൽ ഇളക്കേണ്ടത്, മറിച്ച് പ്രാർത്ഥന ആരംഭിക്കുമ്പോഴാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ വിഷയത്തിൽ സലാം വീട്ടുമ്പോൾ നമ്മള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാറുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാറുണ്ട്. രണ്ടിനും തെളിവുകളുണ്ട്. അതുകൊണ്ട് വീട്ടുന്ന സലാം വീട്ടുന്ന നമ്മള് ആ വിഷയത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, നമ്മള് ചെവി ഇങ്ങനെ തിരിഞ്ഞ് നന്നായി നമ്മൾ ഇങ്ങോട്ട് വെടലി തിരിക്കണം, രണ്ടു ഭാഗത്തേക്ക് തിരിക്കണം. പിന്നെ ഇമാമ് ഇടത് ഭാഗത്തേക്ക് വലതു ഭാഗത്തേക്ക് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മഅ്മൂമ് സലാം വീട്ടാൻ പാടുള്ളൂ. അല്ലാതെ മുഹമ്മദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോത്തിന് ഇടത്തെ ഭാഗത്തേക്ക് തിരിയുമ്പോത്തിന് നമ്മൾ വലത്തെ ഭാഗത്ത് പൂർത്തിയാക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇഫ്തിറാഷ്, വരിക്ക്, ഈ രണ്ട് ഇരുത്തത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ആ ഇരുത്തം നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം കൂടെ ഉദ്ധരിക്കുകയാണ്. അതായത് 2 റക്അത്തുള്ള നമസ്കാരങ്ങൾ, ആ 2 റക്അത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ അത്തഹിയാത്തിൽ ഇരിക്കേണ്ട രീതി എങ്ങനെയാണ്? നമ്മള് 4 റക്അത്തുള്ള നമസ്കാരത്തിൽ, മഗ്രിബ് നമസ്കാരത്തിലൊക്കെ ഇരിക്കുന്ന 2ാമത്തെ റക്അത്തിൽ ഇരിക്കുന്ന രീതിയില്ലേ, അഥവാ ഇഫ്തിറാഷിന്റെ ഇരുത്തം, ചന്തി കാലിന്റെ പള്ളമ്മൽ വെച്ചിട്ട് ഇരിക്കുന്ന ഇരുത്താണ് അതിലേറ്റവും പ്രബലമായി വന്നത്. എന്നാൽ കാലിന് കുറെ നേരം അങ്ങനെ നിൽക്കാൻ പറ്റാത്ത പോലെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഞാനൊക്കെ ഒരു കോസ്വൈന്റെ ബുദ്ധിമുട്ടുള്ള ചില സമയത്തൊക്കെ കുറെ നേരം കടച്ചിലിരിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചന്തി നിലത്ത് കൊത്തിയിരിക്കും. അങ്ങനത്തെ കാര്യം പറ്റിയല്ല പറയുന്നത്. ആരോഗ്യമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട 2 റക്അത്ത് നമസ്കാരങ്ങൾ, സുബഹിന്റെ നിസ്കാരം, അതേപോലെ തന്നെ നമ്മളെ ദുഹ, അതേപോലെ സുന്നത്ത് നമസ്കാരങ്ങള്, ഇങ്ങനത്തെ നിസ്കാരങ്ങളിലൊക്കെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടത് അവസാനത്തെ തസ്ലീമിന്റെ തയ്യാത്തുണ്ട്, അത് ഇഫ്തിറാഷിന്റെ ഇരുത്തായിരിക്കേണ്ടത്. എന്നാൽ 3ഉം 4ഉം റക്അത്തുള്ള നമസ്കാരങ്ങളിൽ അവസാനത്തെ ഇരുത്തം വരിക്കിന്റെ ഇരുത്തം, അഥവാ അന്തി ഭൂമിയിൽ കുത്തി ഇരിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, നിർവഹിക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പ്രബലമായ റിപ്പോർട്ടുകൾ. ഇനി ഇതേപോലെ തന്നെ സലാം വീട്ടി കഴിഞ്ഞാൽ സ്ഥിരമായി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടി കഴിഞ്ഞാല് സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അത് പ്രബലമായ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതല്ല. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആലയിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ അള്ളാഹു മടക്കുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹു തആല ഉപരിലോകത്താണ്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹു തആലയിലേക്ക്, ബദറിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയ സംഭവം, മഴ കിട്ടാത്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയ സംഭവം, ഖുനൂത്തിന്റെ സംഭവം, ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫർള് നമസ്കാരത്തിൽ സ്ഥിരമായിട്ട് ഫർള് നമസ്കാരം സലാം വീട്ടി കഴിഞ്ഞാൽ, ദിക്ർ എടുത്തു കഴിഞ്ഞാൽ ചിലവരെന്ത് ചെയ്യും, ഇരുന്നിട്ട് കൈ ഉയർത്തിയിട്ട് സ്ഥിരം ചെയ്യും. അത് ബിദ്അത്ത് ആകാൻ വരെ സാധ്യതയുള്ള ഒരു കർമ്മമായതുകൊണ്ട് ആ ഫർള് നമസ്കാരത്തിന് തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടില്ല. എന്നാൽ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. സ്ഥിരമായി ചെയ്യുന്ന അത്യാവശ്യം വല്ല കാര്യങ്ങളൊക്കെ വരുന്ന സമയമുണ്ടോ, നമുക്ക് കൈ ഉയർത്തിയിട്ട് എന്ത് ചെയ്യാം, ജമാഅത്തായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ജമാഅത്തായിട്ട് ചെയ്യാം, അല്ല സിംഗിളായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ സിംഗിളായിട്ടും ചെയ്യാവുന്നതാണ്. ഫർള് നമസ്കാരത്തിന് ശേഷം ഇമാമ് ദുആ ചെയ്യുകയും മുഅ്മിനീങ്ങൾ കൂട്ട ആമീൻ പറയുകയും ചെയ്യുന്ന പ്രവൃത്തി, അത് ബിദ്അത്താണ്. ഇൻഷാ അല്ലാഹ് ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത നമ്മുടെ ചർച്ചയിൽ നമുക്ക് ബാക്കിയുള്ള ചില കാര്യങ്ങൾ കൂടെ ആ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പൂർത്തീകരിക്കാനുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനോടുകൂടി ഖുശൂഅോടുകൂടി ഇബാദത്ത് നിർവഹിക്കാൻ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്, അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 4-ാം അധ്യായം സൂറത്ത് നിസാ 142-ാമത്തെ ആയത്ത്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും
നിശ്ചയമായും മുനാഫിക്കുകൾ അള്ളാഹുവിനോട് വഞ്ചന പ്രവർത്തിക്കുന്ന ആളുകളാണ്. വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ ഖുസാല, അവർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവര് വളരെയധികം മടിയന്മാരായിരിക്കും. കോട്ടാവിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി സുജൂദൊന്നും തർത്തീബാകാതെ എല്ലാത്തിലും ഒഫലത്തായിരിക്കും. അപ്പൊ നമ്മളതാ പണി നമ്മളടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആരായി? മുനാഫിക്കിന്റെ ഗണത്തിലാണ്. അള്ളാഹു റസൂൽ അല്ല, അള്ളാഹു തആല പഠിപ്പിച്ചത്. മാത്രല്ല ഓലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒപ്പിട്ട് പോകുന്ന എന്തിനാ? ജനങ്ങള് ഞാൻ മാപ്പിളയാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ സ്നേഹിക്കാൻ വരുന്നവനാണ് എന്ന് തോന്നിപ്പിക്കലാണ് അവരെ ആവശ്യം. മാത്രല്ല അവർ അള്ളാനെ വളരെ കുറച്ച് മാത്രമേ ജീവിതത്തിൽ ഓർക്കുള്ളൂ. ഇതാണ് ഞാൻ അവതരിപ്പിച്ച ആയത്ത്. അപ്പൊ ഈ വിഷയത്തിന്റെ ഗൗരവം, ഈ വിഷയത്തിൽ അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കും ബാത്തിലും വേർതിരിച്ച്, കല്ലും നെല്ലും വേർതിരിച്ച് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന സലഫിയത്ത് മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.